ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വെള്ളിയാഴ്ച വരുന്ന 888 പോർട്ടൽ അല്ലെങ്കിൽ ലയൺസ് ഗേറ്റ് പോർട്ടലിനെ കുറിച്ച് പറയാനാണ്. നമ്മളുടെ 8 ആഗ്രഹങ്ങൾ ഒന്നിച്ചെഴുതി സാധിച്ചെടുക്കാൻ പറ്റുന്ന വളരെ അപൂർവതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ആരും തന്നെ അന്നത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് മിസ് ചെയ്തു പോകരുത്. ഈ ഒരു വെള്ളിയാഴ്ചയ്ക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. അത് ഓരോന്നും അക്കമിട്ട് വിവരിച്ച് ഇന്നലെ ഇട്ട 2 വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പൗർണമി തിഥിയുള്ള വരമഹാലക്ഷ്മി വ്രത ദിവസമായിട്ടുള്ള ഒരു ദിവസമാണ്. അതിൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ എനർജിയും ദൈവിക എനർജിയും, അതായത് കോസ്മിക് എനർജിയും ഡിവൈൻ എനർജിയും ഒരേപോലെ തുല്യതയോടുകൂടി നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ വരുന്ന ആഗസ്റ്റ് 8 എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം അത്രയും പ്രാധാന്യത്തോടുകൂടി നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിനോട് ചോദിച്ചാൽ കണ്ണിമ ചിമ്മുന്ന നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് സാധിച്ച് നമ്മുടെ കയ്യിൽ എത്തിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ 8 ആഗ്രഹങ്ങൾ എഴുതണം. എങ്ങനെ എഴുതണമെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് എന്താണ് ഈ 888 പോർട്ടൽ, ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? സാധാരണയുള്ള 111, 222, 333 ഈ ഏഞ്ചൽ നമ്പേഴ്സിനേക്കാൾ കൂടുതൽ 888-ന് വളരെയധികം കോസ്മിക് എനർജി ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ കാരണം സൂര്യൻ ലിയോയിൽ കന്നി രാശിയുടെ അധിപതിയും സീരീസ് എന്ന് പറയുന്ന സ്റ്റാറുമായിട്ട് ഭൂമി വളരെയധികം അടുത്ത് നിൽക്കുന്ന ദിവസവുമാണ്. അതായത് ചോതി നക്ഷത്രം, കന്നി രാശിയുടെ അധിപതിയായിട്ട് സൂര്യനും ഭൂമിയോട് വളരെയധികം അടുത്ത് ചോതി നക്ഷത്രവും നിൽക്കുന്നൊരു ദിവസം. അങ്ങനെ വരുമ്പോൾ വളരെയധികം കോസ്മിക് എനർജി അവിടെ പ്രൊഡ്യൂസ് ആവുകയും അതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കും. ഈ ആഗസ്റ്റ് 8-നാണ് ഇത് വളരെയധികം ഹൈയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഈ ഒരു ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓൺ ആവുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ ചോതി നക്ഷത്രത്തിന് വ്യാഴഗ്രഹത്തിൻ്റെ ഗുണങ്ങൾ വളരെയധികം കൂടുതലായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത്. നമുക്കറിയാം, കർക്കിടക മാസത്തിൽ ഗുരുഭഗവാൻ ഉച്ചമടയുന്ന മാസമാണെന്നും ആ ഒരു മാസത്തിലാണ് ഗുരുഭഗവാൻ ഭൂമിയോടുകൂടി ചേർന്ന് നിൽക്കുന്നതെന്നും നമ്മുടെ പ്രാർത്ഥനകൾ വളരെയധികം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുന്ന മാസമാണ് എന്നുള്ളത്. അപ്പോൾ ഈ കോമ്പിനേഷൻസ് എല്ലാം കൂടി ഇവിടെ ഒന്നിച്ചു വന്നിരിക്കുന്നു. പിന്നെ 8 എന്ന് പറയുന്നത് ശനിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട നമ്പറാണ്. 8 എന്നതിന് പവർ, ഇതേപോലെ പ്രോസ്പെരിറ്റി, അട്രാക്ഷൻ ഇവയൊക്കെ വളരെയധികം കൂടുതലാണ്. നമ്മളിലോട്ട് ഇവയൊക്കെ എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് അത്രമേൽ തീക്ഷണമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിലോട്ടത് എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ലയൺസ് ഗേറ്റ് പോർട്ടലിൻ്റെ മഹിമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി നേടാം? ഞാൻ പറഞ്ഞു, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കാണ്. 8-ാം തീയതി രാവിലെ 8:08 AM മുതൽ 8:59 AM, അതായത് 8:08 മണിക്കും 8:59 ഇടയ്ക്കുള്ള സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു തീർക്കണം. രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയം ചെയ്താൽ മതി. 2 നേരവും കൂടി ചെയ്യേണ്ടുന്ന ആവശ്യം നമുക്കിവിടെ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഒരു A4 ഷീറ്റ് പേപ്പറോ മക്കളുടെ ബുക്കിൻ്റെ ഒരു പേപ്പറോ, ലൈൻസ് ഒന്നുമില്ലാത്ത ഒരു പേപ്പർ എടുക്കുക. ഏറ്റവും മുകളിലായിട്ട് ഉപയോഗിക്കേണ്ടുന്ന മഷി, അതായത് കളർ പേന എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗ്രീൻ ആയിരിക്കണം അല്ലെങ്കിൽ റെഡ് ആയിരിക്കണം. ഇതിന് 2-നും അട്രാക്ഷൻ പവർ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഈ 2 കളറ് പറയുന്നത്. ഏറ്റവും മുകളിൽ 888, അതായത് 888 എന്ന് എഴുതണം. അതിനുശേഷം നമ്മുടെ 8 ആഗ്രഹങ്ങൾ ഒന്നൊന്നായി നമ്മൾ എഴുതണം. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പോൾ നമ്മുടെ 8 ആഗ്രഹങ്ങൾ 1 2 നമ്പറിട്ട് 8 ആഗ്രഹങ്ങൾ
സാധിച്ചു കിട്ടി എന്നുള്ള രീതിയിൽ എഴുതണം. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ സന്തോഷമായി ജീവിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച കളറിലെ കാർ ഞാൻ സ്വന്തമാക്കി. ഞാൻ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു. എൻ്റെ മകളുടെ കല്യാണം വളരെ നല്ല രീതിയിൽ നടന്നു. എനിക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് പിറന്നു. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അത് എന്തായാലും നടന്നു എന്നുള്ള രീതിയിൽ 8 പ്രാവശ്യം എഴുതുക. 8 ആഗ്രഹങ്ങൾ. അതിനുശേഷം അതിനു താഴെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് 1 പ്രാവശ്യം എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾ ആ പേപ്പറും എടുത്ത് നിങ്ങളുടെ വീട്ടിലെ കണ്ണാടിക്ക് മുൻപിൽ വന്ന് നിൽക്കുക. അപ്പം വലിയ കണ്ണാടി ഇല്ല, കുഞ്ഞു കണ്ണാടിയാണെങ്കിൽ നമ്മുടെ മുഖം മാത്രം കണ്ടാലും മതി. അങ്ങനെയല്ല, വലിയ കണ്ണാടി ഉണ്ടെങ്കിൽ വലിയ കണ്ണാടി, ഏതാണെങ്കിലും നമ്മുടെ പ്രതിബിംബം നല്ല രീതിയിൽ കാണുന്ന കണ്ണാടിക്ക് മുൻപിൽ പോയി നിൽക്കണം. ആ കണ്ണാടി നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ. എന്നിട്ട് നമ്മൾ ഈ എഴുതിയ 8 ആഗ്രഹങ്ങളും നമ്മൾ വായിക്കുക. ആദ്യം 1ാമത്തെ ആഗ്രഹം, 2ാമത്തെ ആഗ്രഹം, അങ്ങനെ 8 ആഗ്രഹങ്ങളും നമ്മൾ വായിച്ച ശേഷം ഇതെല്ലാം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നന്ദിയുണ്ട്, അതായത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുന്നു. ഇത് നമ്മൾ റിപ്പീറ്റായിട്ട് 8 ദിവസം ചെയ്യണം. എഴുതുന്ന ടെക്നിക്ക് നമ്മൾ വെള്ളിയാഴ്ച മാത്രം, അതായത് ആഗസ്റ്റ് 8 മാത്രം ചെയ്താൽ മതിയാവും. പക്ഷേ നമ്മളിത് വായിക്കുന്നത് കണ്ണാടിക്ക് മുൻപിൽ തന്നെ നിന്ന് വായിക്കണം. ഇത് വായിക്കുന്നത് ആഗസ്റ്റ് 15 വരെ നമ്മളിത് വായിക്കണം. അതായത് അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മളിത് വായിക്കണം. എങ്കിലേ അവിടെ 888 എന്നുള്ളത് വരത്തുള്ളൂ. ആഗസ്റ്റ് 8 8 ആഗ്രഹങ്ങൾ എഴുതി 8 ദിവസം അടുപ്പിച്ചത് വായിച്ചു എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ആദ്യത്തെ ദിവസം മാത്രം എഴുതിയാൽ മതി. അന്ന് മുതൽ 8 ദിവസം അടുപ്പിച്ച് നമ്മൾ കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്ന് ഇത് നോക്കി വായിക്കണം. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ വായിൽ നിന്നും പറയുന്നത് നമ്മുടെ ചെവിയിലെത്തണം. ഒരുപാട് ശബ്ദത്തിലല്ല, എന്നാലും പറയുന്നത് നമ്മൾ കേൾക്കണം. ഇപ്പം മറ്റുള്ളവർ, എൻ്റെ വീട്ടിലുള്ളവർ ഇത് പറയുമ്പോൾ എന്നെ കളിയാക്കും. അങ്ങനെയൊക്കെയുള്ളവർക്ക് നമ്മൾ കുളിക്കുന്ന ബാത്റൂമിൽ കണ്ണാടി ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയി നിന്നും പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു 8 ദിവസം, ആഗസ്റ്റ് 8 മുതൽ ആഗസ്റ്റ് 15 വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ ഒരു പേപ്പർ മടക്കി എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചിരിക്കുക. കാരണം പീരിയഡ്സ്, പുലവാൽ, അയിമ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, ഇതൊന്നും ഈ കാര്യം ചെയ്യുന്നതിന് ബാധകമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് എല്ലാ ദിവസവും ഫോണിൽ ഒരു 8:05 8:06 ഒക്കെ അലാറം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓർത്തെടുത്ത് പോയി പറയാൻ സാധിക്കും. ഈവൻ ഫോൺ കേസ് ഉണ്ടെങ്കിൽ ഫോൺ കേസിനകത്ത് മടക്കി വെച്ചാലും മതിയാവും, എളുപ്പമുണ്ടല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ 8 ദിവസവും മുടങ്ങാതെ നമ്മളിത് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് പറയണം. ഒരു ദിവസം നമ്മളിത് മിസ്സായാൽ ആ പ്രപഞ്ചവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ അവിടെ കൈവിട്ടു പോകും. അതുകൊണ്ട് അലാറം വെച്ച് തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ചേച്ചി, ഞങ്ങൾക്ക് 3 ആഗ്രഹമേ ഉള്ളൂ, 8 ആഗ്രഹം ഇല്ല, ഇനി അങ്ങനൊരു കമൻറ്റ് ചോദിച്ചാൽ അതിനു വേണ്ടിയിട്ട് പറയുകയാണ്, അങ്ങനെ 3 ആഗ്രഹങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒറ്റ ആഗ്രഹം സെലക്ട് ചെയ്യുക. കാരണം ഇവിടെ 8 ആഗ്രഹങ്ങൾ തന്നെ എഴുതണം. ഈ 888 കോമ്പിനേഷൻ അവിടെ വർക്കാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെയേ പറ്റുള്ളൂ. ആ ഒരു ആഗ്രഹം 8 പ്രാവശ്യം എഴുതുക. ഞാനിവിടെ ഉദ്ദേശിച്ചത് 8 ആഗ്രഹങ്ങളില്ല, 8ൽ കുറവ് ആഗ്രഹങ്ങൾ ഉള്ളവർ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരേ ഒരു ആഗ്രഹം സെലക്ട് ചെയ്ത് 8 തവണ എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ 8 ദിവസങ്ങൾ, ആഗസ്റ്റ് 15 നിങ്ങൾ എപ്പോഴാണോ ഇത് ചെയ്യുന്നത് അതിന് ശേഷം ആ പേപ്പർ എടുത്ത് കത്തിച്ച് ആ ചാരം എൻ്റെ ഈ 8 ആഗ്രഹങ്ങളും സാധിച്ചു തന്നതിന് വളരെയധികം നന്ദി എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിലോട്ട് ഊതിവിടുക. ഇപ്പം നിങ്ങൾ 8 ആഗ്രഹങ്ങൾ എഴുതിയതിൽ ഒരാഗ്രഹമെങ്കിലും ഈ 8 ദിവസത്തിന് മുൻപ് സാധിച്ചാലും 8ാമത്തെ ദിവസം മാത്രമേ നമ്മളിത് കത്തിക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഇനി ആദ്യത്തെ ദിവസം, അതായത് ആഗസ്റ്റ് 8 രാവിലെ 8 മണിക്കും 8:59 ഇടയ്ക്കാണ് ഞങ്ങളിത് ചെയ്തത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ 8 to 8:59 എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ സമയത്ത് തന്നെ ഇത് ചെയ്യണം. മറ്റൊരു സമയവും നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പാടില്ല. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ആഗസ്റ്റ് 8 ഇത് ചെയ്യണം. കോസ്മിക് എനർജി, ഡിവൈൻ എനർജി
എല്ലാം വളരെയധികം ഹൈ ആയിട്ട് നിൽക്കുന്ന ഈ ദിവസം നമ്മുടെ ആഗ്രഹം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ സാധിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.